നമസ്കാരം. ബിടെക് കമ്പ്യൂട്ടർ സയൻസിനും മറ്റ് അനുബന്ധ കോഴ്സുകൾക്കും വലിയ പോപ്പുലർ ഡിമാൻഡുള്ള ഒരു സമയമാണിതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന ടെക്നോളജി റെവല്യൂഷന്റെ ഭാഗമായിട്ട് ധാരാളം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്ന ചിന്തയാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സുകൾക്ക് ഇത്തരം പോപ്പുലർ ഡിമാൻഡ് ഉണ്ടാകാൻ കാരണമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പക്ഷേ ഡിയർ സ്റ്റുഡൻസ്, ലെറ്റ് മീ ടെൽ യു എ ഹാർഡ് ട്രൂത്ത്. ബിടെക് കമ്പ്യൂട്ടർ സയൻസിന് അഡ്മിഷൻ കിട്ടി എന്നുള്ളത് കൊണ്ടോ 4 വർഷം കൊണ്ട് പഠിച്ച് പാസ്സായി സർട്ടിഫിക്കറ്റ് കയ്യിൽ വന്നു എന്നുള്ളത് കൊണ്ടോ ജോലി കിട്ടും എന്ന കാര്യത്തിൽ ഉറപ്പൊന്നും വിചാരിക്കരുത്. ധാരാളമായി ജോലി സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. എങ്കിലും ജോലി കിട്ടാതെ പുറത്തിറങ്ങുന്ന കുട്ടികളുമുണ്ട് എന്ന കാര്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ ഘട്ടത്തിൽ. ഞാൻ ഡോക്ടർ സജി ബാലകൃഷ്ണൻ, ചെയർമാൻ ആൻഡ് ചീഫ് കരിയർ മെന്റർ, പ്രൊവിൻസ് അക്കാഡമി ഓഫ് കരിയർ എഡ്യൂക്കേഷൻ. നമ്മുടെ രാജ്യത്ത് ഒരു വർഷം 14 ലക്ഷത്തിലധികമാണ് ബിടെക് അഡ്മിഷന് വേണ്ട സീറ്റുകൾ ഉള്ളത്. ഇതിൽ തന്നെ എ ഗുഡ് പോർഷൻ ഓഫ് ദ സീറ്റ്സ് ആർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സസ്. ഇനി അതിന്റെ മറുവശത്തേക്ക് നോക്കുമ്പോൾ സർവേകൾ കാണിക്കുന്ന 2024-25 കാലഘട്ടത്തിൽ IT ആൻഡ് IT എനേബിൾഡ് സെക്ടറിലുള്ള ഇൻഫോസിസ്, വിപ്രോ, TCS തുടങ്ങിയ സോഫ്റ്റ്വെയർ കമ്പനികൾ എല്ലാം കൂടി, IBM, ഗൂഗിൾ എല്ലാം കൂടി എടുത്തിട്ടുള്ള ഫ്രഷേഴ്സ് റിക്രൂട്ട്മെന്റ് ഏതാണ്ട് 90,000 ആണ് എന്നാണ് കണക്ക്. ഇതിനുമപ്പുറം കുറേയധികം ജോബ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ടപ്പ് കമ്പനികളിലും ടെക് കമ്പനികളിലും ഒക്കെ ആയിട്ട് ഉണ്ട് എങ്കിൽ പോലും the hard reality is there is a challenge in getting placement from campus itself as a fresher. ഒരു കാര്യം തെറ്റിദ്ധാരണ കൂടാതെ മനസ്സിലാക്കാം, കമ്പ്യൂട്ടർ സയൻസ് ഇസ് എ ഗുഡ് ഓപ്ഷൻ. ലാർജ് നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ. പക്ഷേ അതുപോലെ തന്നെ ധാരാളം സീറ്റുകളും ഇന്ന് അവൈലബിൾ ആണ് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ. അതുകൊണ്ട് തന്നെ ജോലി കിട്ടണമെങ്കിൽ സാധാരണ രീതിയിൽ പഠിച്ചാൽ മാത്രം പോരാ, മാർക്ക് വാങ്ങി സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രം പോരാ, മറിച്ച് വി ഷുഡ് ബി ഏബിൾ ടു ഡു സംതിങ് മോർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറപ്പായും ജോലി കിട്ടണമെങ്കിൽ, കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഉറപ്പായിട്ടും ജോലി കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തെക്കുറിച്ച്, എങ്ങനെ പ്ലാൻ ചെയ്യണം, എങ്ങനെ പഠിക്കണം എന്നതിനെക്കുറിച്ചാണ്. ഉറപ്പായും ജോലി നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്തിട്ടാണ് ജോലി കിട്ടിയത് എന്ന് പറയുന്നതിന് മുമ്പ് എന്ത് ചെയ്യാത്ത കുട്ടികൾക്കാണ് ജോലി കിട്ടാത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഫാക്ട് യു വിൽ ബി സർപ്രൈസ് ടു നോ ദിസ്. എല്ലാ ദിവസവും പ്രോപ്പറായി കോളേജിൽ പോവുകയും 9 to 5 പഠിക്കുകയും അതിനുശേഷം അസൈൻമെന്റുകളും പ്രോജക്റ്റുകളും ഒക്കെ ശരിയായ സമയത്ത് ചെയ്യുകയും ഇന്റേണൽ മാർക്ക് കിട്ടുകയും പരീക്ഷകൾ എഴുതി പാസ്സായി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ പോലും പക്ഷേ അവർക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അത്തരം ഗ്രൂപ്പിൽ വരുന്ന കുട്ടികൾ ആയിക്കൊള്ളണമെന്നില്ല. ഇതെല്ലാം ചെയ്താൽ പോലും ഡോണ്ട് ബി സർപ്രൈസ്ഡ്. ഒരു സർട്ടിഫിക്കറ്റ് ബിടെക്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി എ ബേസിക് എലിജിബിലിറ്റി ആൻഡ് ഓൺലി എ ബേസിക് എലിജിബിലിറ്റി. കമ്പ്യൂട്ടർ സയൻസ് തീർച്ചയായിട്ടും ഒരു സേഫ് ചോയ്സ് ആണ്. പക്ഷേ ജോലി കിട്ടുന്ന കുട്ടികൾ എന്താണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 2 വിഭാഗം പ്ലേസ്മെന്റ്സ് ആണ് ക്യാമ്പസിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ. ഒന്ന് പ്ലേസ്മെന്റ് വിത്ത് എ നോമിനൽ പേ പാക്കേജ്, 2 പ്ലേസ്മെന്റ് വിത്ത് ഹയർ പേ പാക്കേജ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ യൂണിവേഴ്സിറ്റികളും അഫിലിയേറ്റഡ് കോളേജുകളും ഒക്കെ സിലബസ് റിവൈസ് ചെയ്യുന്നത് സാധാരണ രീതിയിൽ വൺസ് ഇൻ 4 years, വൺസ് ഇൻ 5 years ഒക്കെ ആയിരിക്കും. പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ഒരു ഫീൽഡിൽ ധാരാളമായിട്ട് അപ്ഡേഷൻസ് നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ വൺസ് ഇൻ 5 years റിവിഷൻ ഈസ് നോട്ട് സഫീഷ്യന്റ് അറ്റ് ഓൾ. ഇത് പ്രത്യേകിച്ചും ആപ്ലിക്കബിൾ ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് തന്നെ നമുക്കറിയാം ധാരാളമായിട്ട് ഡൊമൈൻസ് ഉണ്ട്. ഉദാഹരണമായിട്ട് കേരളത്തിൽ തന്നെ നമുക്ക് ഓഫർ ചെയ്യുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സുകളുടെ എണ്ണം നോക്കിയാൽ ഇത് മനസ്സിലാകും. KTUവിന്റെ അഫിലിയേറ്റഡ് കോളേജുകളിൽ വരുന്ന കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സുകളെല്ലാം ഗ്രൂപ്പ് A വിഭാഗത്തിലാണ് വരുന്നത്. ഇങ്ങനെ ഏതാണ്ട് 15ഓളം കോഴ്സുകളാണ് ഗ്രൂപ്പ് Aയിൽ വരുന്നത്. ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് IoT, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിത്ത് ഡാറ്റ സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, computer science and engineering and business systems, computer science and engineering, IoT and cyber security including blockchain technology, computer science and design engineering, computer science and engineering, AI and data science, computer science and engineering assets, computer science and business systems, computer science and engineering cyber security specialization, artificial intelligence and machine learning, artificial intelligence and data science തുടങ്ങി 15ഓളം സ്പെഷ്യലൈസ്ഡ് കോഴ്സുകളാണ് KTUവിൽ ഇപ്പോൾ നിലവിലുള്ളത്. ഇത് നമ്മൾ പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇത്രയധികം വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ ഒരു ഡെവലപ്മെന്റ് ഡിഫറെന്റ് ആണ്. സിലബസിന് ഉള്ളിൽ നിന്നുകൊണ്ട് പഠിച്ചാൽ മാത്രം പോരാ ജോലി കിട്ടുന്നതിന്, മറിച്ച് ബിയോണ്ട് സിലബസ് വി ഹാവ് ടു ലേൺ സംതിങ്. അതുകൊണ്ട് പ്ലേസ്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. ബിയോണ്ട് സിലബസ് അല്ലെങ്കിൽ ഇൻ അഡീഷൻ ടു സിലബസ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. സാധാരണ ക്ലാസ്സിൽ പഠിക്കുന്നതും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നതുമായ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ഇൻ അഡീഷൻ ടു ദിസ് വി ഹാവ് ടു ലേൺ ബൈ അവർ സെൽഫ്. അതെങ്ങനെയാണ്? ധാരാളമായി യൂട്യൂബ് വീഡിയോകൾ റെഫർ ചെയ്തുകൊണ്ട് പഠിക്കാം. അതോടൊപ്പം തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി പഠിക്കാം. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഴ്സുകൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അപ്സ്കിൽ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ, നല്ല ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗരിതംസ്, ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, DBMS, ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ്, കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ തുടങ്ങിയ ഡൊമൈൻസ് നമ്മൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അത് ബിയോണ്ട് കരിക്കുലം ചെയ്യേണ്ടതുണ്ട്. ഇതുപോലുള്ള ആഡ് ഓൺ കോഴ്സുകളും അതോടൊപ്പം തന്നെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ റെഫർ ചെയ്ത് നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഇനി നല്ല പ്ലേസ്മെന്റ് കിട്ടുന്നതിന് വേണ്ടി പഠിച്ചെടുക്കേണ്ട മറ്റൊരു വിഭാഗമാണ് മാത്തമാറ്റിക്സിന്റെ ചില ഏരിയാസ്. Don't be surprised, you need mathematics, especially when you are going to specialize in areas like data science, big data, etc.
അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾ വളരെ സ്പെസിഫിക് ആയിട്ട് മാത്തമാറ്റിക്സിൽ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സ്, ലീനിയർ ആൾജിബ്ര, ബേസിക്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, കാൽക്കുലസ് ഇവയൊക്കെ പ്രത്യേകമായി പഠിച്ചെടുക്കണം. നമ്മൾ പറഞ്ഞ ഇത്തരം ഏരിയകളിലൊക്കെ സ്ട്രെങ്തൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഗുഡ് പ്ലേസ്മെന്റ് ഫോർ യു. നമുക്ക് പൈത്തൺ, C++, ജാവ തുടങ്ങിയതിലൊക്കെ എന്തായാലും സ്ട്രെങ്തൻ ചെയ്യേണ്ടതുണ്ട്. ഇതിനെല്ലാം ഒരു ബേസിക് സ്കിൽസ് ആയിട്ട് നമുക്ക് കണക്ക് കൂട്ടാം നല്ല ജോലിക്ക് വേണ്ടിയിട്ട്. പഠനകാലത്ത് ഇങ്ങനെ നമ്മൾ ടെക്നിക്കലി എനേബിൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വളരെ പ്രധാനമാണ് ടെക്നിക്കൽ ക്ലബ്ബുകളിൽ മെമ്പർ ആവുക. അതോടൊപ്പം ഹാക്കത്തോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഹാക്കത്തോൺസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഉൾപ്പെടെ പ്രൊമോട്ട് ചെയ്യുന്നതാണ്. ഒരു ഇൻഡസ്ട്രി തരും, ഇൻഡസ്ട്രിയിൽ പ്രോബ്ലംസ് ഉണ്ടാകും, അത് സോൾവ് ചെയ്യുക വിത്തിൻ 36 hours. അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു ഗെയിം ലൈക്ക് പ്രോബ്ലം സോൾവിംഗ് മെത്തേഡാണ് ഹാക്കത്തോണിൽ ഉപയോഗിക്കുന്നത്, നിങ്ങൾക്കറിയാം. ഇതോടൊപ്പം ഇന്റേൺഷിപ്പുകൾ, പ്രോജക്റ്റുകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണെന്ന് പ്രത്യേകം പറയാം. ഇതുവരെ ഇൻഫോസിസ്, TCS, വിപ്രോ, CTS തുടങ്ങി വിവിധങ്ങളായ കമ്പനികൾ, ഗൂഗിൾ, IBM ഉൾപ്പെടെ പ്ലേസ്മെന്റ് ത്രൂ ഇന്റേൺഷിപ്പ്, അതായത് കമ്പനികളിൽ നല്ല ഇന്റേൺഷിപ്പുകൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അത് പ്ലേസ്മെന്റിനുള്ള ഒരു റൂട്ടായിട്ട് ഇത്തരം കമ്പനികൾ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ പ്രോബ്ലം സോൾവിംഗ് കോമ്പറ്റീഷൻസ്. ഇഫ് യു പ്രൂവ് യുവർ വർത്ത് ബൈ സോൾവിംഗ് ടെക്നിക്കൽ പ്രോബ്ലംസ്, ദെൻ യു ആർ എലിജിബിൾ ഫോർ പ്ലേസ്മെന്റ് ഇൻ സച്ച് കമ്പനീസ്. ഇത്തരം ടെക്നിക്കൽ പ്രോബ്ലം സോൾവിംഗ് ചലഞ്ചസിൽ പങ്കെടുക്കുകയും നമ്മുടെ പ്രൊഫൈൽ GitHubലൊക്കെ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ യു ഗെറ്റ് നോട്ടീസ്ഡ് ആൻഡ് ഗെറ്റ് പ്ലേസ്ഡ് അറ്റ് എ ഹയർ ലെവൽ. അതായത് ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് നല്ല പ്ലേസ്മെന്റ് കിട്ടണമെങ്കിൽ നല്ല ഇന്റേൺഷിപ്പുകൾ ചെയ്യുക, കോഡിംഗ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുക്കുക, ഓൺലൈൻ അസസ്മെന്റ് ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതെല്ലാം വളരെയധികം അത്യാവശ്യമാണ് എന്നർത്ഥം. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പ്രിൻസിപ്പലായിരുന്ന സമയത്ത് ഓർഡിനറി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള പല കുട്ടികളും വലിയ പ്ലേസ്മെന്റ്, ഇത്തരം ഹാർഡ് വർക്കിലൂടെ വലിയ പ്ലേസ്മെന്റ് നേടിയ കാര്യങ്ങൾ പേഴ്സണലായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് ഞാൻ പറയുന്നത്. ദേ ഓൾ ജോയിൻഡ് ആസ് ഓർഡിനറി, performed extraordinary and accomplished excellence just because they learned beyond syllabus. ഇത്രയും പറയുമ്പോൾ ഞാൻ വീണ്ടും റീട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കമ്പ്യൂട്ടർ സയൻസ് ഇസ് എ വെരി ഗുഡ് ബ്രാഞ്ച്. There are job opportunities provided you work hard, you work systematically. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് അലൈഡ് കോഴ്സസ് ജോലി കിട്ടാൻ നല്ല സാധ്യതയുള്ള ബ്രാഞ്ചുകൾ തന്നെയാണ്. പക്ഷേ ഇത് പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം ജോലി കിട്ടുകയുമില്ല. ഐ എം ഗോയിങ് ടു ഗിവ് യു എ റോഡ് മാപ്പ്, എ ജനറിക് റോഡ് മാപ്പ് ഫോർ ഗെറ്റിംഗ് പ്ലേസ്മെന്റ്സ്. ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു ജനറിക് റോഡ് മാപ്പാണ്. ഇറ്റ് വിൽ ബി ഹൈലി യൂസ്ഫുൾ ഫോർ യു. പക്ഷേ നമ്മുടെ സ്പെഷ്യലൈസേഷൻ, നമ്മുടെ അംബീഷൻസ് എല്ലാം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യേണ്ടി വരും. ദ റോഡ് മാപ്പ് ഇസ് ലൈക്ക് ദിസ്. ഫോർ ഫസ്റ്റ് ഇയർ ലേൺ പൈത്തൺ പ്രോഗ്രാമിംഗ് ഓർ C പ്രോഗ്രാമിംഗ്. അതോടൊപ്പം പ്രാക്ടിക്കൽ പ്രോബ്ലം സോൾവിംഗ് ഇൻ HackerRank ആൻഡ് അതർ പ്ലാറ്റ്ഫോംസ് ചെയ്തു നോക്കാം. അതോടൊപ്പം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻസ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ ടാർഗറ്റ് ചെയ്യേണ്ടത്. ബൈ സെക്കൻഡ് ഇയർ വി ഷുഡ് ബി ഡൂയിങ് സം മിനി പ്രോജക്ട്സ്. നല്ല മിനി പ്രോജക്റ്റുകൾ, ചെറിയ പ്രോജക്റ്റുകൾ, ഇഫക്റ്റീവ് ആയിട്ടുള്ള ചെറിയ പ്രോജക്റ്റുകൾ ചെയ്യുക. അതോടൊപ്പം അപ്ലോഡ് യുവർ പ്രൊഫൈൽ ഇൻ GitHub എക്സെട്ര. സെക്കൻഡ് ഇയറിൽ തന്നെ നമുക്ക് നല്ല ഇന്റേൺഷിപ്പുകളും ചെയ്യണം. വലിയ ഇന്റേൺഷിപ്പുകൾ വേണമെന്നില്ല, പക്ഷേ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുകൾ, നല്ല കമ്പനികളിൽ ഇന്റേൺഷിപ്പുകൾ ചെയ്യാൻ ശ്രദ്ധിക്കണം. ബൈ തേർഡ് ഇയർ നമ്മൾ പ്രൊഫൈൽ ബിൽഡിംഗിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ഇതോടൊപ്പം റെസ്യൂമെ ബിൽഡിംഗ്, ആപ്റ്റിറ്റ്യൂഡ് ട്രെയിനിങ്, ഇന്റർവ്യൂ സ്കിൽസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ സ്കിൽസ് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇതോടൊപ്പം ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് അൽഗരിതംസിൽ നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് തേർഡ് ഇയർ എന്ന് പറയുന്നത്. ബൈ ഫൈനൽ ഇയർ വി ഷുഡ് ബി കംപ്ലീറ്റിംഗ് അവർ മേജർ പ്രോജക്ട്. നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരുന്ന മേജർ പ്രോജക്റ്റുകൾ ഉണ്ടാകും. അത് കംപ്ലീറ്റ് ചെയ്യുക, നല്ല പ്രോജക്റ്റ് ചെയ്യുക. ആൻഡ് സ്റ്റാർട്ട് പ്രാക്ടീസിംഗ് വാട്ട് വി സെഡ് ഏർലിയർ. ദ മന്ത്ര ഈസ് പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. സോ ബൈ ദിസ് ടൈം നമുക്ക് പ്ലേസ്മെന്റിനുള്ള മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാകും. ഒന്ന്, റൂട്ടീൻ ക്യാമ്പസ് പ്ലേസ്മെന്റ് വഴി. രണ്ടാമത്, നമ്മൾ ചെയ്ത നല്ല ഇന്റേൺഷിപ്പുകൾ വഴി നമുക്ക് നല്ല കമ്പനികളിൽ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, IBM, ഇൻഫോസിസ്, TCS ഇവിടെയൊക്കെ നമുക്ക് നല്ല ഹയർ ലെവൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഹാക്കത്തോൺസ്, കോഡിംഗ് കോമ്പറ്റീഷൻസ് ഇവയൊക്കെ വഴി നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകാം. അങ്ങനെയും പ്ലേസ്മെന്റ് പോസിബിൾ ആണ്. നെറ്റ്വർക്കിംഗ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഡിയർ സ്റ്റുഡൻസ്, ഇങ്ങനെ ഒരു റോഡ് മാപ്പ് മുന്നിൽ ഉണ്ടാവുകയും ഡേ 1 മുതൽ നമുക്ക് ഗോൾ ക്ലിയർ ആയിരിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നമ്മുടെ സ്കിൽസ് പ്രൊഫൈൽ എല്ലാം ബിൽഡ് ചെയ്യുകയും ചെയ്യുമ്പോൾ 4ാമത്തെ വർഷം നിങ്ങൾക്ക് ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഉറപ്പാണ്. സോ നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ജോബ് ഇസ് വെരി മച്ച് പോസിബിൾ പ്രൊവൈഡഡ് യു തിങ്ക്, പ്ലാൻ ആൻഡ് ആക്ട് ഫ്രം ഡേ 1 onwards. ഇത് ചെയ്യാതെ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഗെറ്റിംഗ് ജോബ് ഈസ് ഗോയിങ് ടു ബി എ ചലഞ്ച്. അതുകൊണ്ട് ഡേ 1 മുതൽ ഈ റോഡ് മാപ്പ് മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകാം. തിങ്ക്, പ്ലാൻ ആൻഡ് ആക്ട്. ജോലി കിട്ടുന്നതിന് വേണ്ട ഒരു ജനറിക് ഗൈഡ് ലൈൻസ് വളരെ ഷോർട്ട് ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതിലോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അവർ എക്സ്പേർട്സ് വിൽ ഗെറ്റ് ബാക്ക് ടു യു വിത്തിൻ 48 hours. എല്ലാവർക്കും നന്നായി പഠിക്കുന്നതിനും നല്ല കരിയർ ബിൽഡ് ചെയ്യുന്നതിനും സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.